പ്രേക്ഷകരെ ഗുഡ് ഈവനിംഗ്. ഹൈ ഫൈവ് ആരംഭിക്കുകയാണ്. നോക്കൂ, ദിവസങ്ങൾ നീണ്ട ചർച്ചയായിരുന്നു നമ്മുടെ രാജ്യത്ത് ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് നടന്നത്, അല്ലേ? കരാർ പൂർണ്ണാർത്ഥത്തിൽ പുറത്തു വന്നിട്ടില്ല എങ്കിലും കരാറിന്റെ കരട് രൂപം പുറത്തുവിട്ടിട്ടുണ്ട് രണ്ട് രാജ്യങ്ങളും. അതിൽ ഉറപ്പിക്കാവുന്ന ഒരു കാര്യം, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാവുകയാണെന്നാണ്. ഈ കരാറിന്റെ കരട് രൂപം, ഇതുവരെ വന്ന കാര്യങ്ങൾ നമുക്കും പരിശോധിക്കാൻ വിശദമായി. ഹൈ ഫൈവ് നേരെ പോകുന്നു. കരാറിൽ വ്യക്തമാകുന്നത് എന്തൊക്കെയെന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ കരാറിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ ചുങ്കം, നമ്മുടെ രാജ്യത്തിന് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ചുങ്കമൊക്കെ ഒഴിവാകുന്നു എന്നുള്ളതാണ് ഈ കരാറിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ 25% തീരുവയും റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ പിഴച്ചുങ്കം എന്ന പേരിൽ ഏർപ്പെടുത്തിയിരുന്ന 25%, അങ്ങനെ ആകെ 50%, അത് 18% കുറച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ആകെ തീരുവ 50%. നമുക്ക് ആകെ അമേരിക്ക ചുമത്തിയ തീരുവ 50%. അതായത് 25% എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തു നിന്നുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ചുമത്തി 25%. പിന്നെ റഷ്യയിൽ നിന്നും, അതായത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ റഷ്യക്ക് ഇന്ധനം നൽകുന്നു. അതായത് അവിടെ നിന്നും ഇന്ധനം ഇവിടേക്ക് ഇറക്കുമതി ചെയ്ത് ഇവിടുന്ന് കാശ് കൊടുത്ത് അത് റഷ്യക്ക് ഇന്ധനമായി നൽകുന്നു എന്നായിരുന്നു ട്രംപിന്റെ ആരോപണം. അതിന്റെ പേരിലാണ് ഒരു 25% അധികമായി, അതായത് ഒരു പ്രതികാര ചുങ്കമായി ചുമത്തിയത്. അങ്ങനെയാണ് ഈ 50% വരുന്നത്. അങ്ങനെ ഈ 50% കരാർ പ്രകാരം 18% കുറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു വലിയൊരു അവ്യക്തത നിന്നത്, ഇതിൽ 25 നിന്നാണോ 18 ആയത്, അതോ 50 നിന്നാണോ 18 ആയത് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ കരാർ പുറത്തു വന്ന സ്ഥിതിക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ 50% നിന്ന് 18 കുറഞ്ഞു എന്നുള്ളതാണ്. ഇനി അടുത്ത 5 വർഷത്തിനുള്ളിൽ $500 ബില്യൺ വിലമതിക്കുന്ന വസ്തുക്കൾ US പക്കൽ നിന്നും ഇന്ത്യ വാങ്ങുമെന്ന് ഈ കരാറിൽ പറഞ്ഞിട്ടുണ്ട്. കരാർ പദ്ധതിയിടുന്നു $500 ബില്യൺ വിലമതിക്കുന്ന വസ്തുക്കൾ അമേരിക്കയിൽ നിന്നും. അത് അടുത്ത 5 വർഷത്തിനുള്ളിലാണ്. ഇപ്പൊ നിലവിൽ ഇന്ത്യ അമേരിക്കയിൽ നിന്നും ഒരു വർഷം $87 ബില്യൺ വസ്തുക്കളാണ് ഇറക്കുമതി ചെയ്യുന്നത്. അത് ഈ 5 വർഷം 500 ബില്യൺ ആകണമെങ്കിൽ 87 എന്ന് പറയുന്നത് ഒരു വർഷം 100 ഉയർത്തണം. അങ്ങനെയാണ് 5 വർഷം 500 ബില്യൺ ആകുന്നത്. ഇനി ഊർജ ഉൽപ്പന്നങ്ങൾ, വിമാനങ്ങൾ, അതേപോലെ തന്നെ വിമാന ഭാഗങ്ങൾ, വിലയേറിയ ലോഹങ്ങൾ, സാങ്കേതിക ഉൽപ്പന്നങ്ങൾ, കൽക്കരി, ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ത്യ അമേരിക്കയിൽ നിന്നും വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ എന്നാണ് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുൾപ്പെടെ US-ഉം ഇന്ത്യയും തമ്മിലുള്ള സംയുക്ത വ്യാപാര കരാറിന് മുന്നോടിയായുള്ള ഇടക്കാല കരാറിന്റെ ചട്ടക്കൂടിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഊർജ ഉൽപ്പന്നങ്ങൾ, വിമാനങ്ങൾ, വിമാനഭാഗങ്ങൾ, വിലയേറിയ ലോഹങ്ങൾ, സാങ്കേതിക ഉൽപ്പന്നങ്ങൾ, കൽക്കരി എന്നിവയൊക്കെയും ഇന്ത്യ വാങ്ങും. ഇനി ഇന്ത്യ തീരുവ ഒഴിവാക്കുകയോ അതല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുന്ന സാധനങ്ങളാണ് ഇവയൊക്കെയും. അതായത് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റിവിടുന്ന സാധനങ്ങളാണ്. ഇതിൽ ചില സാധനങ്ങളുടെയൊക്കെ തീരുവ കുറയ്ക്കും, അതല്ലെങ്കിൽ തീരുവ ഒഴിവാക്കുകയോ ചെയ്യും. പ്രധാനമായും ഉണക്കിയ ധാന്യങ്ങൾ, അതേപോലെ ചുവന്ന ചോളം. ഈ ചുവന്ന ചോളം എന്ന് വെച്ചാൽ മൃഗങ്ങൾക്ക് തീറ്റയ്ക്കായുള്ള സാധനമാണ് ഈ ചുവന്ന ചോളം. അപ്പോൾ ചുവന്ന ചോളം, അതേപോലെ തന്നെ വാൾനട്ട്, പഴങ്ങൾ, സോയാബീൻ എണ്ണ, അതേപോലെ വൈൻ, സ്പിരിറ്റ്, ഇതൊക്കെ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റിയേക്കും. പിന്നെ അമേരിക്കൻ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും വിവിധതരം അമേരിക്കൻ ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ തീരുവ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുമെന്നും ഈ കരടിൽ പറയുന്നുണ്ട്. ഇനി ഇവരുടെ ഈ സംയുക്ത പ്രസ്താവന അനുസരിച്ച് തുണിത്തരങ്ങളും, നോക്കൂ, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, തുകൽ, പാദരക്ഷകൾ, പ്ലാസ്റ്റിക്, റബ്ബർ, ഓർഗാനിക് രാസവസ്തുക്കൾ, ഗൃഹാലങ്കാര വസ്തുക്കൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, ചില യന്ത്രഭാഗങ്ങൾ, ഇവയൊക്കെയും ഈ സാധനങ്ങളൊക്കെയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരം 18% പകര ചുങ്കം ഏർപ്പെടുത്തും. 18% നികുതിയിൽ ഇത്രയും സാധനങ്ങളാകും ഇന്ത്യ അമേരിക്കയിലേക്ക് അയക്കുക. തുണിത്തരങ്ങളും വസ്ത്രങ്ങളും, തുകൽ, പാദരക്ഷകൾ, പ്ലാസ്റ്റിക്, റബ്ബർ, ഓർഗാനിക് രാസവസ്തുക്കൾ, ഗൃഹാലങ്കാര വസ്തുക്കൾ, അതേപോലെ കരകൗശല ഉൽപ്പന്നങ്ങൾ, ചില യന്ത്രഭാഗങ്ങളൊക്കെ ആയിരിക്കും 18% തീരുവയിൽ ഇനി ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റിവിടുക. ഇനി ഇപ്പോഴത്തെ ഈ ഇടക്കാല കരാർ വളരെ വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ, ഇത് നിലവിൽ വന്നിരിക്കുന്ന ഈ കരാർ വിജയകരമാവുകയാണെങ്കിൽ ജനറിക് ഫാർമസ്യൂട്ടിക്സ്, രത്നങ്ങൾ, വജ്രങ്ങൾ, അതേപോലെ വിമാനഭാഗങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് US പകര ചുങ്കം ഒഴിവാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ കരാറിൽ.
ഇനി ദേശീയ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെ അലൂമിനിയം, സ്റ്റീല്, ചെമ്പ് എന്നിവയുടെ ഇറക്കുമതിക്ക് അമേരിക്ക നേരത്തെ തീരുവ ഏർപ്പെടുത്തിയിരുന്നു. അവയും നീക്കം ചെയ്യുമെന്ന് ഈ കരടിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പരസ്പര താല്പര്യമുള്ള മേഖലകളിൽ തുടർച്ചയായി മുൻഗണനാ വിപണി പ്രവേശനം നൽകാനും US-നും ഇന്ത്യക്കും മാത്രമായി കരാറിന്റെ പ്രയോജനങ്ങൾ ലഭ്യമാക്കാൻ റൂൾസ് ഓഫ് ഒറിജിനൽ സ്ഥാപിക്കാനും രണ്ടു രാജ്യങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ കരാറിൽ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇനി ഈ കരാറിൽ ഇന്ത്യ-US കരാറിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച മറ്റൊന്ന് ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നത് പോലെ തന്നെ വിവാദമായിട്ടുള്ള മറ്റൊന്നായിരുന്നു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വാദങ്ങൾ. അപ്പോൾ അതിൽ അവ്യക്തതകളൊക്കെ പൂർണ്ണാർത്ഥത്തിൽ വന്നിട്ടില്ലെങ്കിലും അവ്യക്തതകളൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ട്, നീങ്ങുകയാണ്. അമേരിക്കയുമായുള്ള പുതിയ ഇടക്കാല വ്യാപാര കരാറിൽ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങളെ നികുതി ഇളവുകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ ഇതിൽ പറയുന്നുണ്ട്. കരാർ രൂപരേഖ പ്രകാരം നോക്കൂ, ചോളം, ഗോതമ്പ്, അരി, സോയ, കോഴിയിറച്ചി, പാല്, ചീസ്, എഥനോൾ, പുകയില, ഇറച്ചി, പച്ചക്കറികൾ, ഇതെല്ലാം ഈ സാധനങ്ങൾക്കൊക്കെയും അമേരിക്കയ്ക്ക് ഇറക്കുമതി തീരുവയിൽ ഇളവ് നൽകില്ല എന്ന് കേന്ദ്രം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തെ 70 കോടിയോളം വരുന്ന ഗ്രാമീണ ജനതയുടെ ഉപജീവന മാർഗം പരിഗണിച്ചാണ് ഈ മേഖലകൾക്ക് ഇളവ് നൽകിയതെന്നാണ് ഈ പ്രസ്താവനയിൽ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. നിലവിൽ 2025 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി എന്ന് പറയുന്നത് $5100 കോടി. അത് അടുത്ത 4 വർഷത്തിനുള്ളിൽ 10,000 കോടി ഡോളറാക്കി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന് മുൻപ് യൂറോപ്യൻ യൂണിയൻ, അതേപോലെ ബ്രിട്ടൻ, ഓസ്ട്രേലിയ എന്നിവയുമായിട്ടൊക്കെ നമ്മൾ കരാർ ഒപ്പിട്ടിരുന്നല്ലോ. അപ്പോൾ ഇതിലും ഈ കരാറുകളിലുമൊക്കെ കാർഷിക ക്ഷീര മേഖലകളെ ഇന്ത്യ ഇളവുകളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഇപ്പൊ ഇതാണ് ഈ പുറത്തു വന്നിരിക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഏർപ്പെട്ട കരാറിന്റെ കരടാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ഒരു ചട്ടപ്രകാരമുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ കാര്യമായിട്ട് നോക്കിയത്. ഇനി